റഷ്യക്കെതിരെ ആണവ പ്രതിരോധം ശക്തമാക്കണമെന്ന ആഹ്വാനവുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. യുക്രൈൻ അധിനിവേശത്തോടെ അതിർത്തികൾ മറന്ന് റഷ്യയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന് മാക്രോൺ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതിനെ നേരിടാൻ സദാ ജാഗരൂകരായിരിക്കണം. അതിനുവേണ്ടിയാണ് ആണവ പ്രതിരോധം ശക്തമാക്കണമെന്ന് മാക്രോൺ ആവശ്യപ്പെട്ടത്. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ അമേരിക്കയുടെ നിലപാട് മാറ്റവും ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. റഷ്യയോട് മൃദു സമീപനം സ്വീകരിച്ച ട്രംപ് യുക്രൈനുള്ള രഹസ്യാന്വേഷണ പിന്തുണയും യുദ്ധസഹായങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അമേരിക്കയെ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് ഏവരും മനസ്സിലാക്കണമെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്പിന്റെ ഭാവി വാഷിംഗ്ടണിലോ മോസ്കോയിലോ തീരുമാനിക്കേണ്ടതല്ലെന്നും 30 വർഷങ്ങൾക്ക് മുമ്പ് ബെർലിൻ മതിലിന്റെ പതനത്തോടെ അവസാനിച്ച യുദ്ധഭീഷണി തിരിച്ചുവരികയാണെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഫ്രാൻസിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും വരും വർഷങ്ങളിൽ റഷ്യ വലിയൊരു ഭീഷണിയായി മാറുമെന്നും അത് വെറും ഒരു കാഴ്ചക്കാരനായി കണ്ടു നിൽക്കാൻ താൻ തയ്യാറല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ സാഹചര്യത്തിൽ ഫ്രാൻസിന്റെ ആണവ പ്രതിരോധം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പക്കലായിരിക്കുമെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും ഫ്രാൻസിന്റെയും സംരക്ഷണത്തിനായി ആണവ പ്രതിരോധം കൂടുതൽ ഊർജപ്പെടുത്തണമെന്നും അതിനായി ചർച്ചകൾ അനിവാര്യമാണെന്നും മാക്രോൺ വ്യക്തമാക്കി. കൂടാതെ റഷ്യ സമാധാന കരാർ ഒപ്പിടുകയും അയൽ രാജ്യത്തോട് യുദ്ധം ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ യുക്രൈനെ പ്രതിരോധിക്കാൻ ഫ്രാൻസും യൂറോപ്പും സഹായിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്നും മാക്രോൺ പറഞ്ഞു. സമാധാന കരാർ ഒപ്പിടുന്നതുവരെ വിന്യസിപ്പിച്ചിരിക്കുന്ന യൂറോപ്യൻ സൈന്യം മുഖ്യധാരയിൽ നിന്ന് യുദ്ധം ചെയ്യില്ലെന്നും സമാധാനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും മാക്രോൺ പറഞ്ഞു. സമാധാന കരാറിനു ശേഷം യുക്രൈന് എങ്ങനെ പിന്തുണ നൽകാം എന്നതിൽ യൂറോപ്യൻ ചീഫ് ഓഫ് സ്റ്റാഫ് അംഗങ്ങളുമായി ചർച്ച നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ കാനഡയ്ക്കും ചൈനയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ തിരിവ ചുമത്തിക്കൊണ്ട് US വ്യാപാര യുദ്ധം ആരംഭിച്ച സാഹചര്യത്തിൽ ഏതു നിമിഷം വേണമെങ്കിലും US യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിവ ചുമത്താൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടെ ഇരിക്കാൻ യൂറോപ്യൻ സഖ്യകക്ഷികളെ മാക്രോൺ ഓർമ്മപ്പെടുത്തി. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തിരിവ ചുമത്തുന്നത് അസംബന്ധമാണെന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെയും ഇത് ബാധിക്കുമെന്നും മാക്രോൺ ഓർമ്മപ്പെടുത്തി. അതിനാൽ അമേരിക്ക സന്ദർശനത്തിൽ US പ്രസിഡന്റുമായി ഇത് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനും യുക്രൈൻ പ്രസിഡന്റ് വോൾദിമർ സെലൻസ്കിക്കുമൊപ്പം മാക്രോൺ അമേരിക്ക സന്ദർശിക്കുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.